നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് ഭാരതീയ ജനതാ പാർട്ടി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ക്രൈസ്തവ സഭയുമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള അവരുടെ സമീപനം എന്താണ് അവരുടെ സമീപനം. ഈ സമീപനം കൊണ്ട് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തൊക്കെ ഇവർക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് തൊട്ടേ പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിക്കൂടം എല്ലാം സ്ഥാപിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയൊക്കെ എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ. ഇന്ന് കാണുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ മിക്ക നേതാക്കന്മാരും ഈ ഒരു ക്രിസ്ത്യൻ സഭകളിലെ ഏതെങ്കിലും സ്കൂളുകളിൽ പഠിച്ച ആളുകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിലെ മുൻപന്തി നിൽക്കുന്ന എല്ലാവരും തന്നെ ക്രിസ്ത്യൻ സഭകളിലെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇന്ന് ആണ് പലരും ICSEയും CBSE ഒക്കെ തപ്പി ദൂര സ്ഥലങ്ങളിലൊക്കെ പോകണം. പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ക്രിസ്ത്യൻ സഭകളുടെ സ്കൂളുകളിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ഈ സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം, ഈ പറഞ്ഞ BJPക്കാരനും കോൺഗ്രസ്സുകാരനും CPMകാരനും അറിയാം, എന്തറിയാം, ഈ പറഞ്ഞ പോലെ ഇവിടെ എന്താണ് നടക്കുന്നത് വളരെ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് അറിയാം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീയോ ആരെങ്കിലും ഒരു മതപരിവർത്തനം നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളും കണ്ടിട്ടില്ല. ഇപ്പം പല രാഷ്ട്രീയ സംഘടനക്കാരും പല കാര്യങ്ങളും പറയുന്നത് അവർക്ക് 4 വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ പല കാര്യങ്ങളും പറയുന്നത്. നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മദർ തെരേസയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ സേവനമാണ് നമുക്ക് ചെയ്തത്, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് വളരെ നന്മകൾ മാത്രമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നന്മകൾ ചെയ്യുന്ന ഇവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്നുള്ളത് വളരെ എന്താ പറയുക, നമ്മളെ ശരിക്കും ലജ്ഞിപ്പിക്കുന്ന കാര്യമാണ്. ലജ്ഞിപ്പിക്കഴിഞ്ഞാൽ ഈ ഇത്രയും ആക്രമണം നടത്തുന്നവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഘടനകളെ നിരോധിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇപ്പോൾ BJPയുടെ പോഷ സംഘടനയാണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPMൻ്റെ ആണെങ്കിലും ഇത്രമാത്രം വളരെ മോശമായ രീതിയിൽ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സംഘടനകളെ നിരോധിക്കണം. ഇല്ലെങ്കിൽ എന്നാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ BJPയുടെ സംഘടനയാണെങ്കിൽ BJPക്ക് ഭയങ്കര തലവേദനയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ BJP നേതൃത്വം ഇവിടെ കുറച്ചും കൂടെ വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര BJP നേതൃത്വത്തിനും അതുപോലെ തന്നെ സംസ്ഥാന BJP നേതൃത്വമാണ്. കാരണം അവർ വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് ഈ ഒരു സമീപനം, ക്രിസ്ത്യാനികളുടെ ഈ സമീപനം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാലത്തും BJP കേരളത്തിൽ പൊങ്ങി വരില്ല, അല്ലെങ്കിൽ കേരളത്തിൽ വിജയിച്ച് വരില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ ആക്രമണത്തിനും ഈ ഒരു കേസിനൊക്കെ പിന്നിൽ ശരിക്കും ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പറയുന്നൊരു കാര്യമാണ് BJP എന്ന് പറയും. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബജ്രംഗ് ദൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും മനസ്സിലായില്ല ഇതാരാണ്. എല്ലാവരും പറയും BJP എന്ന് പറയും. BJP തന്നെയാണ്. BJPയുടെ ഒരു പോഷക സംഘടന എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ നാട്ടിൽ DYFI അല്ലെങ്കിൽ SFI പോലെയൊക്കെയുള്ള ഇപ്പോൾ CPMൻ്റെ പോഷക സംഘടനകളോ SFIയും DYFI എന്ന് പറഞ്ഞ പോലുള്ള BJPയുടെ ഒരു പോഷക സംഘടനയാണ് ഈ ബജ്രംഗ് ദൾ. ഇവരൊരു പ്രത്യേകം കഴിഞ്ഞാൽ ഭയങ്കര തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു സംഘടനയാണ്. ഭയങ്കര തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ഇവർക്കുള്ളത്. ഇവരാണ് ഈ ഒരു കേസിനും ഈ ഒരു ആക്രമണത്തിനെല്ലാം പിന്നിൽ. ക്രിസ്ത്യാനികളോടും ക്രിസ്ത്യൻ മിഷണറിമാരോടും ഇപ്പോൾ കാണിക്കുന്ന ഈ സമീപനം അത് ഏത് സംഘടനയാണെങ്കിലും തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. കാരണം ഈ ക്രിസ്ത്യാനികൾ ഇവരെല്ലാം നിരപരാധികളാണ്. നമ്മൾ കണ്ടാണ് 2 കന്യാസ്ത്രീകൾ, അവർ നിരപരാധികൾ എന്ന് പറയാൻ കാരണം ഇവരോട് ഉണ്ടായിരുന്ന 2 പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരാണ്, അവർ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. എന്നിട്ടും ഈ പറഞ്ഞ പോലെ പോലീസ് കേസെടുക്കുകയുണ്ടായി. ആര് പറഞ്ഞ കേസെടുത്ത ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞൊരു ഭീകര സംഘടന തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം ഭീകരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭീകരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ വാക്ക് കേട്ട് കേസെടുത്തത് അങ്ങേയറ്റം എന്താ പറയുക അപലപനീയമാണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇനി ഫ്യൂച്ചറിൽ മുന്നോട്ട് ഉണ്ടാകാൻ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ഇന്നത്തെ BJP നേതൃത്വം അവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള പ്രവർത്തനം കാണുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ ഞാൻ തീർത്ത് പറയുവാണ്, BJP എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന കേരളത്തിൽ ഒരു കാലത്തും പൊങ്ങിടാൻ പോകുന്നില്ല. ഇപ്പം ഒത്തിരിയേറെ ആളുകൾ, ഷോൺ ജോർജ് അതുപോലെ പല ആളുകളും ഒത്തിരിയേറെ വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ വർക്കെല്ലാം വളരെ വേസ്റ്റായി പോകും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ശരിക്കും കേന്ദ്ര നേതൃത്വത്തെ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറിയിക്കേണ്ട കാര്യമാണ്.
ഇനി ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം എന്താണ് BJPയുടെ നേതൃത്വത്തിൻ്റെ ഒരു റെസ്പോൺസ് വെച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഈ പറഞ്ഞ നമ്മുടെ മോഡി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു കേസ് ചാർജ് ചെയ്തു, കോടതിയിലോട്ട് പോയി. അതിനുശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് റിലീസ് നടന്നില്ല. കാരണം കോടതിയുടെ കാര്യങ്ങളുണ്ട്, കോടതി പോയിട്ടുണ്ട്, അറിയാം അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയി അതിനുശേഷം റിലീസ് ചെയ്യുണ്ടായി. പക്ഷേ എനിക്ക് ഇനി പറയാനുള്ള കാര്യം, ഇങ്ങനത്തെയുള്ള കേസുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം BJPയുടെ ശരിക്കും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു നിലപാടില്ലെങ്കിൽ അവരൊരു സമീപനമുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ എതിരല്ല, പക്ഷേ അവരുടെ പല പോഷക സംഘടനകളുടെയും നിലപാടുകൾ ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ടാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതായത് ആ സമീപനം മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ എതിരാളികൾക്ക് ഒരു കയ്യിൽ വളം വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നോക്കി, ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, മിക്ക ആൾക്കാരും BJPക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ ഒറ്റൊരു സംഭവം കൊണ്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് മറന്നു വരുമ്പോഴത്തേക്കും തന്നെ അടുത്ത പ്രശ്നങ്ങൾ വരുവാണ്. ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് ശരിക്കും ഞാൻ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇത് ശരിക്കും ഞാൻ മുതലെടുക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകളാണ് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, മിഷണറിമാർക്ക്, അതായത് ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് സമൂഹത്തിൽ ചെയ്തിട്ടുള്ളൂ. ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയോ ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചാണ്, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരിടത്തും ഞാൻ പറഞ്ഞും കേട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പലരും ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ഏതെങ്കിലും കന്യാസ്ത്രീ മതം മാറ്റിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നിർബന്ധിതമായിട്ടുള്ള ഒരു മതപരിവർത്തനം ഞാൻ ശരിക്കും ഞാൻ എതിർക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇനി എനിക്ക് ഫൈനലി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ കന്യാസ്ത്രീമാർക്ക് നീതി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് ഇതുവരായിട്ടും പിൻവലിച്ചിട്ടില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇവർ നിരപരാധികളാണ്. കാരണം ഇവർ ആരെയും മതം മാറ്റിയിട്ടില്ല. അതുപോലെ ഇവർ 2 പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. ഇതിൽ മനുഷ്യക്കടത്തൊന്നുമില്ല. അതായത് പാവം പിടിച്ച ആൾക്കാരെ ഒരു ഒരു ജോലി കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു 2 കന്യാസ്ത്രീമാർ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇവർ കേസുകൾ പിൻവലിക്കേണ്ടതുണ്ട്. എന്നാലേ ഉള്ളൂ ഇവർക്ക് നീതി കിട്ടത്തുള്ളൂ. ഇനി കേരളത്തിൽ BJP ജയിക്കാത്തതിനുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആശങ്കയാണ്. അതായത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം ആശങ്കയാണ്. അവർക്ക് ഈ ഒരു BJP എന്ന് പറയുന്ന ഒരു സംഘടന അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ആശങ്ക. ഞാൻ കുറേയധികം ആൾക്കാരോട് സംസാരിച്ചു. ഇവരെല്ലാം പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ലീഡറാണ്. പക്ഷേ ഇവർ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, അതൊക്കെയാണ് അവരുടെ ആശങ്ക. ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം BJP ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ എനിക്ക് തോന്നുന്നു ബീഫ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കേരളത്തിലുള്ള ഒരു മനുഷ്യനും ബീഫ് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ബീഫില്ലാതെ ഒരു ആഘോഷവും ഇല്ല. അതുപോലെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റില്ലെന്നാണ് ഒത്തിരി ആൾക്കാരുടെ ധാരണ. ഈ ഒരു ഭരണം വന്നിട്ടുണ്ട്, BJP ഭരണം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റില്ല, അതുപോലെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ കൂടുതലും ആശങ്കപ്പെടുന്നത്. അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഇപ്പം ഉള്ള ജനവിഭാഗം മീൻസ് നമ്മൾ ജനസംഖ്യ നോക്കുമ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടാകും. പക്ഷേ വോട്ടർ പട്ടികയിൽ വന്നു കഴിയുമ്പോഴും ഈ കാര്യങ്ങളുണ്ടാകും. പക്ഷേ വോട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഇപ്പം ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണ്. വോട്ടർ പട്ടിക കാണും. ഇപ്പം നമ്മൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇടുക്കി, പത്തനംതിട്ട അങ്ങനെ പല ജില്ലകൾ നോക്കുമ്പോഴത്തേക്കും ക്രിസ്ത്യാനികളുടെ വോട്ട് ചെയ്യാൻ വരുന്ന എണ്ണം വളരെ കുറവായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവരും തന്നെ വിദേശത്താണ്. അതായത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാർ, ഇപ്പോൾ യൂത്തായിട്ടുള്ള എല്ലാവരും തന്നെ വിദേശത്താണ്. ഒന്നെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലുള്ളവരോ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുള്ളവരോ അവരൊരു ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യാൻ വരാറില്ല. പിന്നെ ആരാ നാട്ടിലുള്ള മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങളെ നിങ്ങൾ വെറുപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു പാർട്ടിയും കേരളത്തിൽ അധികാരത്തിൽ വരില്ല. അതുകൊണ്ടാണ് CPM-കാർ വളരെ വിദഗ്ധമായിട്ട് ഈ പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടുന്നു. എനിക്കൊന്ന് മുസ്ലിം ലീഗിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങളോട് അടുപ്പമുള്ളത് CPM-നാണ്. കാരണം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് കേരളത്തിലുള്ളത് മുസ്ലിങ്ങളാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഉള്ള തൊടുപുഴയാണ്. തൊടുപുഴ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനസംഖ്യയിൽ വളരെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ കൂടുതലും മുസ്ലിങ്ങളുള്ളത്. നിങ്ങൾ മുസ്ലിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഒരിക്കലും അധികാരത്തിൽ വരാമെന്ന് ഒരു നേതാവ് വിചാരിക്കേണ്ട. ഇപ്പം
ഏത് നേതാവ് വിചാരിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വെറുപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ളൊരു വിചാരം മാത്രമാണ്. ആ വിചാരം നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നിങ്ങൾ എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ അവർക്ക് ഫ്രീഡം കൊടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ഏത് സംഘടനയാണെങ്കിലും, ഇപ്പം BJP-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും നിങ്ങൾ 3 വിഭാഗക്കാർക്കും എത്ര വിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടോ അവർക്കെല്ലാം ഒരുപോലെ നീതി കൊടുത്താൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരുപോലെ കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനുകളിലൊക്കെ അത് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്കൊന്ന് ഇത് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും എന്താ പറയുക നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.